എന്താ? ഇല്ലാത്തത് പറഞ്ഞിട്ട് രണ്ട് തട്ടാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ ഇരിക്കുന്ന രണ്ടിനെയും രണ്ട് വശത്താക്കും. ഇതാ നമ്മുടെ സ്വഭാവം. ഇങ്ങനെയുള്ള മസ്ലഹത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ടോ? എപ്പോഴാ? പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു അവസരം പറഞ്ഞു തരട്ടെ. പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു ഈ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഭാര്യമാരില്ലേ? ഇല്ലേ? എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? തെളിവ് വേണ്ടേ? ഹാപ്പി ആയില്ലേ? ഞാൻ പറഞ്ഞുതരാം. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തോടുകൂടി തീരുമാനമാകും കേട്ടാ. പോക്കറ്റിന് പൈസ വെക്കണ്ടാട്ടാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മുസ്ലിമായി. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നത് ഹിന്ദ. വഹ്ശിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള കാരണം ഹിന്ദ്. ആ ഹിന്ദ് മുസ്ലിമായി. എന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല, ഞാൻ കാശ് എടുക്കാറുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല. മസല കേട്ടോണം കേട്ടാ. ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല, തിരിഞ്ഞുപോലും നോക്കണില്ല. നാട്ടുകാരുടെ മുന്നിലൊക്കെ വലിയ ആളാ, പക്ഷെ എന്താ ഒന്നും തരണില്ല നബിയെ. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്, അനുവാദം ഉണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? അടങ്കലോടെ ഓരിയേക്കില്ലട്ടാ. ഭർത്താവ് തരുന്നില്ലെങ്കിൽ, നിനക്ക് ഭക്ഷണം മേടിച്ചു തരുന്നില്ല, വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ല, നിന്റെ ആവശ്യങ്ങൾക്കുള്ളതൊന്നും തരുന്നില്ല, അങ്ങനെ വരുന്ന അതാ മനസ്സിലായിക്കോ. ഇപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല ചോദിച്ചോ പറഞ്ഞു, ആവശ്യമുള്ളത് നിനക്ക് ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആവശ്യമുള്ളത് എടുത്തുള്ളാനാ പറഞ്ഞ. എന്നും പറഞ്ഞുകൊണ്ട് പോയി പോക്കറ്റ് കൈയിടണ്ടാട്ടാ, കുടുംബകലഹം ഉണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് രണ്ട് മുഖമുള്ള സ്വഭാവം നല്ലതല്ല. പള്ളി വരും നിസ്കരിക്കാൻ പാവം വാപ്പമാര്. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് പള്ളി വരും, നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പടി വന്നിരിക്കും ഇങ്ങനെ കുറച്ചു നേരം. എന്നിട്ട് പറയും, ഓ അവൻ അങ്ങനാടാ, ഇവൻ അങ്ങനാടാ. ആ നിസ്കരിച്ച പ്രതിഫലം മൊത്തം അപ്പൊ തന്നെ വിഹിതം വെക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തന്നെ അങ്ങ് തീർത്ത് ആ ചെയ്ത നന്മ മുഴുവനും. വാട്സപ്പിൽ ഒരു വാർത്ത കണ്ടു, കാള പെറ്റു. അറിയുന്ന ഗ്രൂപ്പിൽ മൊത്തം ഷെയർ ചെയ്തു. പിന്നെ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കില്ലല്ലോ. നമ്മുടെ അവസ്ഥ ഇതാ. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാ കൺഫേം ചെയ്യ്. നീ ഏതൊരു വിഷയത്തിലും നീ കൺഫേം, നിന്റെ കണ്ണുകൊണ്ട് കാണണം. ചുമ്മാതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് കൂടരുത്. അവനെ കാണുമ്പോ തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, രക്ഷപ്പെട്ടേക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അള്ളാന്റെ ഖുർആൻ പറയാ, ചിലപ്പോ താടി കാണും, ചിലപ്പോ വഅദ് പറയുന്നവനാകും, ചിലപ്പോ പള്ളിയിലെ ഇമാമാവും, ചിലപ്പോ കമ്മിറ്റിക്കാരനാകും, ചിലപ്പോ ഹജ്ജിത ഹാജിയാരായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു വൃത്തികെട്ടവൻ, ഒരു ഫാസിഖ് നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ മോനെ വിശ്വസിക്കല്ലേടാ, ആരോടും പറയല്ലേടാ. അല്ലാഹു പറയുകയാ, ഇൻ ജാഅകും ഫാസിഖുൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. എടാ പാവപ്പെട്ടവനെ നാണം കെടുത്തിയിട്ട് അവസാനം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കൺഫേം ചെയ്യണം ഏതു വിഷയവും. ഒരു ചരിത്രം പറയാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാ. ഇത്തിരി താമസിച്ചാ വന്നേ. ഉമർ തങ്ങളെ രാജ്യം ഭരിക്കുന്നേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു. തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ രാത്രി ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോകുന്നു. ആ നടത്ത കണ്ടപ്പോ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി, ഇതെന്തോ തരികിട പരിപാടിയാ.
എടാ, ഉമർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവൻ എവിടെ പോകുന്നു? രാത്രിയിൽ ഒന്ന് പിടിക്കണമല്ലോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ഈ മനുഷ്യൻ തലയിൽ തുണിയിട്ട് ഒളിച്ചൊളിച്ച് ഇങ്ങനെ പോയി. ആരുമില്ലാതെ ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീട് കണ്ടു. ആ വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ഇവനെ പിടിക്കണം. ആരാ? ഇവനെ പൊക്കണം. പടച്ചോനെ, അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ പതുങ്ങി പുറകിൽ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം ചോദിക്കാതെ അകത്ത് കയറുക. അനുവാദം പോലും ചോദിക്കുന്നില്ല. രാത്രിയിൽ അനുവാദം ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുമ്പോ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അബൂ തൽഹ കണ്ടു. ആരാന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ തലയിൽ തുണിയിട്ടുകൊണ്ട് പാതിരാത്രിയിൽ ഒരു വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്ന രംഗം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറത്ത് നോക്കി നിന്നു. പുറത്തിങ്ങനെ നോക്കി നിന്നു. ആരെയും വിളിച്ചില്ല. നമ്മളാണെങ്കിൽ പടച്ചോനെ തെങ്ങി കെട്ടിയിടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പഞ്ചായത്ത് മുഴുവൻ അറിയും. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തനൊരു പെണ്ണിന്റെ വീട്ടിൽ കയറുന്നത് കണ്ടാൽ തന്നെ പോയി പിന്നെ പഞ്ചായത്ത് മുഴുവനും മൈക്ക് കെട്ടി വിളിച്ചു പറയും. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മിണ്ടാതെ നിന്നു. ചിന്തിച്ചു, അല്ലാ, ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ? അല്ലാ, ഈ ഉമറിനെ മയക്കി കളഞ്ഞ പെണ്ണാരാ? അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ പുറത്ത് കാത്തു നിന്നു. ഇറങ്ങി വരുന്നില്ല. ഒരുപാട് നേരം നിന്നിട്ട് അവസാനം ആ വീട് തിരിച്ചറിയാൻ ഒരടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി. ഒരടയാളം വെച്ച വീട് തിരിച്ചറിയാൻ. എന്നിട്ട് വീട്ടിൽ പോയി കിടന്ന്. ഉറക്കം വരുന്നില്ല. അവസാനം എപ്പോഴോ ഉറങ്ങി. അബൂ തൽഹ റളിയല്ലാഹു തആല സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോ ഇന്നലെ രാത്രി ഒരു വീടിനകത്ത് ഒളിച്ചു കയറിയ ആളാ ഇമാമ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി പതുങ്ങി ഒരു വീടിനകത്ത് കയറിയ മനുഷ്യനാ ഇമാമത്ത് നിൽക്കണത്. അബൂ തൽഹ റളിയല്ലാഹു തആല നിസ്കാരം പോലും പടച്ചോന് മനസ്സിൽ വലിയ വിഷമം. സലാം വീട്ടി. ഖലീഫയോട് ചോദിക്കാൻ പറ്റൂല. നേരെ ഇറങ്ങിയിട്ട് അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണായിരുന്നു. അപ്പൊ കൺഫേം, ആ വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണിന്റെ ശബ്ദം. അനുവാദം ചോദിച്ചു, കേറി വരട്ടെ. അനുവാദം കൊടുത്തു. പെണ്ണാണ് സംസാരിക്കുന്നത്. എന്നിട്ടും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉറപ്പിക്കണം. വീടിനകത്ത് കയറി ചെന്നു നോക്കുമ്പോ കാണുന്നത് ആരെയാ? ഒരു പടുവൃദ്ധയായ ഉമ്മ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സാധുവായ ഉമ്മ. പല്ലില്ല, ഒന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചെന്ന വീട്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ വന്നേ? അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും രാത്രി വരും, എൻ്റെ കാഷ്ടം വാരും, എൻ്റെ മൂത്രം കഴുകും, എൻ്റെ തുണി കഴുകും, എന്നെ കുളിപ്പിക്കും, എന്നിട്ട് വീടിനകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കും. എന്നിട്ട് എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ രാത്രിയിലും വന്ന് എന്നെ ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട്, എന്നെ വൃത്തിയാക്കാറുണ്ട്. ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മാ, അതാരാണെന്നറിയോ? അറിയില്ല മോനെ, ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ, അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഓടി പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് ഓടി ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണു. ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു പോയി, എനിക്ക് പൊരുത്തപ്പെടണേ. മനസ്സിൽ ചിന്തിച്ചതുപോലും ഉമർ തങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പോലും ഓടിച്ചെന്ന് പൊരുത്തം ചോദിച്ചു, റബ്ബേ, എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ ചിന്തിച്ചു പോയി. നമ്മളോ സഹോദര, ആരെയെല്ലാം കുറിച്ച് എന്തൊക്കെ പറയുന്നടോ? ജീവനോടെ കത്തിക്കുന്ന കാര്യമല്ലേ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വിലയറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു, കഅബ, നിനക്കെന്ത് സുഗന്ധമാ, നീ എത്ര വലിയ ഭാഗ്യവാനാ, നിനക്ക് വലിയ മഹത്വമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന കല്ലുകൊണ്ട് നിന്നെ അള്ളാഹു അലങ്കരിച്ചിട്ടുണ്ടല്ലോ. കഅബാലയത്തിനെ നോക്കിയിട്ട് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു കഅബാലയത്തിനോട്, ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന് നിന്നെക്കാളും വിലയുണ്ടെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി
പള്ളിയിലെ ഖതീബിനെ നാണം കെടുത്തുന്നവരില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നാണം കെടുത്തുന്നവരില്ലേ, നാട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ നാണം കെടുത്തുന്നവരില്ലേ? അള്ളാന്റെ റസൂല് പറയുന്നു, കഅബയ്ക്ക് അള്ളാഹുടെ മുന്നിലുള്ളതിനേക്കാളും സ്ഥാനമുണ്ടോ ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന്, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന്? ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹു എന്നോട് ചോദിക്കൂ, നിന്നോട് ചോദിക്കില്ല. അള്ളാഹിക്ക് വേണമെങ്കിൽ അപ്പൊ പരസ്യപ്പെടുത്താമായിരുന്നു. അള്ളാഹു മറച്ചു വെച്ചത് എന്തിന് നീ കാണിക്കുന്നു? അപ്പൊ ചോദിക്കും, ഉസ്താദ് തെറ്റ് ചെയ്താ അത് അള്ളാഹു അവരും തമ്മിൽ തീർക്കൂലേ? ഒരു മനുഷ്യന്റെ മനസ്സ് ഒരാളെ നാണം കെടുത്തരുത്, ഒരാളെ നാണം കെടുത്തുകയോ മോശമാക്കുകയോ അതിനുള്ള അധികാരം ചിലർക്കിത് നിസ്സാരം. അവിടെ ഇവിടെയും ഇരുന്ന് ഓരോന്നും പറയും, ബാപ്പ നിനക്ക് നിന്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാ, നിനക്ക് അള്ളാഹു തരുന്ന ശിക്ഷ നിനക്കറിയാഞ്ഞിട്ടാ.